എടാ അടിയില് മറ്റേ സാധനം ഇടണോ? കല്യാണത്തിന് പോകുമ്പോ ഞാൻ അതും മാത്രല്ല, ബാക്കില് എന്റെ പുത്തൂർ കുടുംബത്തിലെ ബാക്കി 3 സന്തതികളും കൂടി ഉണ്ട്. അവന്മാര് വെറുതെ വന്നാട്ടോ, പെട്ടെന്ന് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ധവനും അവളും കൂടെ വന്നത്. ഇവന് അത് പോയി വിളിച്ചതാണ്. അവനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ ഗുരുവായൂർ വ്ളോഗിലൊക്കെ ഫേമസ് ആണെന്നൊക്കെ. DJ Vox. അങ്ങനെയൊക്കെ ഗൈസ്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എന്താ മീഷോന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങളിവിടെ ഇറങ്ങി ജസ്റ്റ് ഇനിയൊരു 1.5 മണിക്കൂറുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ DJ എന്ന്. പിന്നെ എന്താ പറയാനുള്ള ഗൈസ്, വെൽക്കം പറയ്. വെൽക്കം എല്ലാവർക്കും വെൽക്കം. ഏതേലും പാട് മോന്റെ പാട്ട് പാടണോ? പാട്. ഇപ്പൊ ഒരു ലിറിക്സ് തുടങ്ങിയല്ലോ അഴകിയ ലൈലയുടെ. ഇതെന്റെ ചേട്ടന്റെ പിള്ളേരുണ്ട്. എനിക്കറിയില്ല ബ്രോ, എനിക്ക് അങ്ങനെ ശബ്ദം അങ്ങനെ പറയാൻ ചെയ്തില്ല. പാട്ടും പാടി പെട്രോൾ അടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല 8ന്റെ റോഡ് എന്നിട്ട് നടുവിൽ വെച്ചെണ്ണ കയറ്റി ഒരു ചേച്ചി കൊണ്ട് വട്ടായിട്ടോ എന്താണെന്നറിയില്ല, ഭയങ്കര ട്രാഫിക്കിൽ നമ്മൾ പെട്ടു ഗൈസ്, പെട്ടു. നമ്മുടെ ഇത്രയും ഫ്രണ്ടിൽ കൂടെ ബസ് പോണേ, തിരക്കാണ്, ഭയങ്കര തിരക്ക്, ഒന്നും ചെയ്യാനില്ല. ആ ചേച്ചി പോവാതെ നമുക്ക് പോവാനും പറ്റില്ല. വിജയുടെ ഏതോ ഒരു പടത്തിൽ കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് വിജയ് ട്രാഫിക് മാറ്റാൻ വരുന്ന പോലെ ദൈവദൂതനെ പോലെ ഈ ചേട്ടൻ ഇറങ്ങി വന്നു. സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ വണ്ടി ബസ് പെട്ടെന്ന് വിടണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങി വന്നത്. പക്ഷെ അത് നമുക്കും കൂടി ഒരു ഉപകാരമായി മാറി എന്ന് പറയാം. അങ്ങനെ ട്രാഫിക്കൊക്കെ സെറ്റാക്കി നമ്മൾ ഇറങ്ങി. നമ്മളന്ന് കിച്ചുവിൻ്റെ കല്യാണത്തിനാണ് പോകണം. സോറി, കിച്ചുവിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനാണ് നമ്മൾ പോകണത്. ഇവനാണ് കേട്ടോ കിച്ചു നമ്മളെ ചെണ്ട കൊട്ടുന്ന കുട്ടിയാണ് ബ്രോ ഹൗസിലെ. അപ്പോൾ അവൻ്റെ കസിൻ്റെ മാരേജാണ്. ഇവിടെയാണ് നമ്മളുടെ കല്യാണം നടക്കുന്ന റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി 2 പൊട്ടിക്കലൊക്കെ പൊട്ടിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ കയറിയത്. കിച്ചുവിൻ്റെ സിസ്റ്ററാണെന്ന് തോന്നുന്നത്, അതുവിനെ പരിചയപ്പെടാൻ വേണ്ടി വന്നിരിക്കണതാണ്. അങ്ങനെ അവിടെ സ്ഥലത്തെത്തി കിച്ചുവാണ് കണ്ടത്. ബെനറ്റ് റോബിൻ സൗണ്ട്. നമ്മള് സാധനങ്ങളൊക്കെ വെക്കാൻ പോവാണ്. ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയൻ സമ്മതിച്ചില്ല. അപ്പം അതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ പണി. ഇങ്ങനെ നൈസായിട്ട് പോയിട്ട് ആദ്യം തന്നെ എല്ലാം സെറ്റാക്കി. കിച്ചു ഭയങ്കര എന്തൊക്കെയോ പറയുന്നു. കേക്കില്ല, മൈക്കില്ലല്ലോ. അങ്ങനെ എൻ്റെ വ്ളോഗിൽ ആര് പുറത്തുനിന്ന് എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ച് പറയുന്ന മറുപടിയാണ് കേക്കില്ല, മൈക്കില്ല എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ മൈക്കില്ല, ആരും എന്ത് പറഞ്ഞാലും കേക്കില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഉടനെ തന്നെ ഒരു മൈക്ക് വാങ്ങേണ്ടി വരും, അതും 100 പോയിൻ്റ്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഒന്ന് വാഷ്റൂമിൽ പോയിട്ടോ. കുറേ നേരമായി ഞാൻ എന്നെ പിടിച്ച് വെച്ച് നിൽക്കുന്നത്. അപ്പം പോയി തിരിച്ചു വരുമ്പോൾ ആ ഒരു കുഞ്ഞുണ്ണിനെ കണ്ടു. ഉണ്ണികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അറിയുന്നവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെയും ഞാൻ എന്നിട്ട് അവരുടെ പിന്നാലെ തന്നെ വന്ന് നിന്നു. ആക്ച്വലി ഇത് സെറ്റ് ചെയ്യാനൊക്കെ ഞാൻ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചു തുള്ളിച്ചാടി പാടിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇവള് വായി നോക്കി നിൽക്കുവാണ് ഗൈസ്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ ഡ്രമ്മാനോൻ്റെ സ്വന്തം ഡ്രമ്മാണ് ഗൈസ്. ഡ്രമ്മാനായിരുന്നു ആക്ച്വലി ഇവിടെ പ്ലേ ചെയ്യേണ്ടിയിരുന്നത്. അവന് വയ്യ. അപ്പോൾ അവന് സിക്കായതുകൊണ്ട് ആ സിക്ക് എഴുതി വെച്ച ഡ്രമ്മ് മാത്രം ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ചു. അപ്പോൾ അത് കൊട്ടാൻ പോകുന്നതെന്ന് കിച്ചുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അതുവിനെ സെൽഫി എടുക്കാനും സംസാരിക്കാനൊക്കെ വരുന്ന ഫാൻസിനെ കണ്ടു ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫാൻസ് ഷോയൊക്കെ ഉണ്ട്. സൈഡിലിരുന്ന് ഞാൻ ഈ ഷോയൊക്കെ കാണുന്നുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് അത് കുറച്ച് നീറ്റായി നിന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇപ്പോഴൊന്നും അല്ല, അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. പിന്നെ അതാ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞാൽ ചേച്ചിമാർ പോവാണ് കേട്ടോ. അതാ പിന്നെയും ഗൈസ് ചേച്ചിമാർ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് സെൽഫി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം എന്നെ ഇതെല്ലാം തോണ്ടി കാണിക്കുന്ന എൻ്റെ അനിയന്മാരെയും അനിയത്തിയെയുമാണ് നിങ്ങൾ കണ്ടത്. അപ്പം എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടീവ് കെയറിങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ.
അല്ലേ ഗൈസ്? എന്ത് ചെയ്യാനാ നോക്കൂ, കണ്ടോ തോണ്ടി കാണിക്കുന്നത് കണ്ടോ. പിന്നെ ആ ഇരിക്കുന്നവൻ എൻ്റെ അതുവിനെ തോണ്ടി കാണിച്ചെന്നല്ല, വേറൊരു പെൺകുട്ടീനെ തോണ്ടി കാണിച്ചെന്നാണ് കേട്ടോ. അവിടെ വന്ന ഇതൊരു സുന്ദരി കുട്ടിയെ ചെക്കൻ നോക്കി വായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ എനിക്ക് ഇടയ്ക്കിടത്ത് തോണ്ടി കാണിച്ചു തരുന്നുണ്ട്. ഇടയ്ക്ക് അതുവിൻ്റെ അടുത്ത് വന്നിരുന്ന പെൺകുട്ടികളെ എനിക്ക് തോണ്ടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നേരം പോക്ക് ഗൈസ്. സത്യം പറയാമല്ലോ, കുറച്ച് ബോറടിയായിരുന്നു ഞങ്ങൾക്ക് മാത്രം. അവർ ഹാപ്പി ആയിരുന്നു കേട്ടോ, അവർ ചുമ്മാ പൊളിയായിരുന്നു. എൻ്റെ പൊന്നെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു വാവകളിൽ നിന്ന് തുടങ്ങിയ ഡാൻസ് പ്രോഗ്രാം നിന്നത് നല്ല ഏജായിട്ടുള്ള നല്ല ആൻറ്റിമാരാണ് നിർത്തിയത് കേട്ടോ. അവർ സത്യം പറയാനുള്ള ഈ കുഞ്ഞു പിള്ളേരെക്കാളും എനർജി വേറെ ലെവലായിരുന്നു. കണ്ടിരുന്നിട്ട് എൻ്റെ ശ്വാസം പോയി. അതുപോലെയായിരുന്നു തുള്ളിച്ചാട്ടമൊക്കെ, പൊളിയായിരുന്നു ഗൈസ്. സത്യം പറയാം, ഒരു രക്ഷയിലായിരുന്നു ഈ ചേച്ചിമാർ. ഈ ആൻറ്റിമാരുടെയും ചേച്ചിമാരുടെയും പിള്ളേരുടെയൊക്കെ ഡാൻസ് കണ്ടിരുന്ന് പെട്ടെന്ന് നമുക്ക് ഷോക്കായിട്ടാണ് ഈ ചേട്ടന്മാർ കയറി വന്നത് കേട്ടോ. ചേട്ടന്മാർ വരുന്ന നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇവർ വേറെ ലെവലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പേഴ്സാണ് ഈ ഡാൻസ് ചെയ്യുന്നവരെല്ലാവരും. എല്ലാവരുടെയും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ വർക്ക് തുടങ്ങി. അപ്പോൾ നൈസായിട്ട് ഞാൻ എൻ്റെ അനിയന്മാരെയും കൂട്ടി ഐസ്ക്രീം കഴിക്കാൻ വിട്ടു. കാരണം എനിക്ക് അവിടെ ഒന്ന് ബോറടിക്കായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്ന് കഴിച്ച് 2-3 ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം പോരാന്നും പറഞ്ഞ് വെള്ളം കുടിക്കാൻ പോയതാണ് ഈ ഗൈസ്. പാവം പിള്ളേര് ബോറടിച്ചിട്ടാണെന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, എനിക്ക് തന്നെ ബോറടിച്ചു ഇരുന്നിട്ട്. അങ്ങനെ നമ്മളെ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്ക് ടു എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇവന്മാരും വെള്ളം കുടിച്ച് അവിടെ ഉണ്ടായിരുന്ന പൂവൊക്കെ അടിച്ചു മാറ്റി ഗൈസ്. എന്ത് പറയാനാ നോക്കണേ. വർക്ക് കഴിഞ്ഞ് ഇപ്പൊ ഇവരെന്റെ പിന്നാലെ വരും, നോക്കിക്കോ. ഒരാളവിടെ സ്റ്റക്കായി ഇതാ വരുന്നേ. ഞാൻ പറഞ്ഞില്ലേ കഴിക്കാൻ വരുന്നെങ്കിൽ അയ്യോ, അവര് കഴിക്കാൻ പോയി. വ്ലോഗ് എടുക്കലും തീറ്റ ഒരുമിച്ച് എനിക്ക് നടക്കൂല, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, നമ്മളെ വീട്ടിൽ പോവാണ്. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങിയല്ലേ, പെട്ടെന്ന് തന്നെ ഇറങ്ങി. പ്രത്യേകിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. നാളെ കട്ടപ്പനയിലാണ് വർക്ക്. സോ നമ്മള് പെട്ടെന്ന് തന്നെ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് നാളെ പുതിയൊരു വ്ലോഗ് തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലേ. നാളെ എന്ത് ചെയ്യത് അറിയില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്ലാനൊക്കെ മാറ്റി എല്ലാവരും സെപ്പറേറ്റ് വേറെ വീട്ടിലൊന്നും പോകണില്ല. കാരണം നാളെ രാവിലെ തന്നെ നമുക്ക് കട്ടപ്പനയിലേക്ക് പോകുന്നതുകൊണ്ട് ഇവന്മാരെയും കൊണ്ടാക്കാം, അവിടെയാണ് ഡ്രം അതെടുക്കാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം. അച്ഛനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങൾ, അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു കട കണ്ടപ്പോൾ ഉമ്മർക്ക് പാനിപൂരി കഴിക്കണം. അപ്പോൾ പാനിപൂരിയും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ആക്ച്വലി വീട്ടിലേക്ക് കയറിയത്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് എൻ്റെ വ്ലോഗ് കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.